ലോകത്തിൽ നിങ്ങൾക്കു കഷ്ടങ്ങളുണ്ടല്ലോ, ധൈര്യപ്പെട്ടിടുവിൻ. ലോകത്തെ, മരണത്തെ, പാപത്തെ ജയിച്ച കർത്താവ് കൂടെയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്കു കഷ്ടങ്ങളുണ്ടല്ലോ, ധൈര്യപ്പെട്ടിടുവിൻ. ലോകത്തെ, മരണത്തെ, പാപത്തെ ജയിച്ച കർത്താവ് കൂടെയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ആർക്കാണ് കഷ്ടതയില്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇവിടെ ഇതാ യേശു തന്നെ അനുഗമിക്കുന്ന, അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന തൻ്റെ മക്കളോട് പറയുന്നു, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. നമ്മുടെ കർത്താവ് രോഗത്തെ ജയിച്ചവനാണ്. യേശു ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ കുഞ്ഞിന് മുടന്തുണ്ട്. യേശു ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ നൃത്തത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതാ മുടന്തർ നടക്കുന്നു. യേശു ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു കുരുടനെ കണ്ടു. യേശു ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ കുരുടൻ കണ്ണു തുറന്ന് കാണുകയാണ്. രോഗത്തെ കീഴടക്കിയവനാണ് യേശു. രോഗത്തെ ജയിച്ചവനാണ് യേശു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ശബ്ദം, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞ് മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഇതുവരെ രോഗങ്ങളുടെ വാർത്തയായിരുന്നെങ്കിൽ ഇവിടെ ഇതാ മരണവാർത്തയാണ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൾ ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മരിച്ചവൾ എഴുന്നേറ്റിരുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടുവിൻ. യേശു ജയിച്ചവനാണ്. ലോകത്തെ ജയിച്ചവനാണ്, രോഗത്തെ ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ്. തന്നിൽ വിശ്വസിച്ചവരോട് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. ആ ജീവൻ നിത്യജീവനാണ്. മരണം കൊണ്ട് അവസാനിക്കാത്ത ജീവൻ, മരണത്തിന് കീഴടക്കാൻ പറ്റാത്ത ജീവൻ യേശു ഇന്ന് തന്നെ അനുഗമിക്കുന്നവർക്ക് കൊടുക്കുകയാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. യേശുവിനെ അനുഗമിക്കുന്നവരെ, നിങ്ങൾ ധൈര്യപ്പെടുവിൻ. നിങ്ങളുടെ നാഥൻ ജയിച്ചവനാണ്. അവനിൽ വിശ്വസിക്കുന്ന നീയും ജയിച്ചവനാണ്. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.